വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുമായി ഗാഢസൗഹൃദ ബന്ധമുണ്ടായിരുന്ന രാമനാഥൻ അയ്യർ ആ സ്നേഹം ആയുധമാക്കിയപ്പോൾ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന ധീര പോരാളി അടിതെറ്റി വീഴുകയായിരുന്നു. സായാഹ്ന പ്രാർത്ഥന സമയമായപ്പോൾ അയ്യർക്ക് മുന്നിൽ ആയുധങ്ങളെല്ലാം കൂട്ടിയിട്ട് ഹാജി അടക്കമുള്ള വിപ്ലവ സംഘങ്ങൾ വുളു എടുക്കാൻ നീങ്ങി. ആയുധങ്ങൾ മാറ്റിയിട്ട അയ്യരും സംഘവും അടയാളം കാട്ടിയതോടെ പ്രത്യേക പരിശീലനം ലഭിച്ച സേനാംഗങ്ങൾ അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. നിരായുധരാണെങ്കിലും കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഹാജിയും കൂട്ടരും ചെറുത്തുനിന്നതിനാൽ 6 മണിയോടുകൂടി മാത്രമാണ് പ്രത്യേക സംഘത്തിന് ഇവരെ കീഴടക്കാനായത്. ചെറുത്തുനിൽപ്പിനിടെ 2 ബാറ്ററി ഫോഴ്സ് അംഗങ്ങൾക്കും 4 ഖിലാഫത്ത് പടയാളികൾക്കും ജീവൻ നഷ്ടമായി. കീഴടക്കിയ ഹാജിയെ 2 ബറ്റാലിയൻ ഗൂർഖ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടെ കാളികാവിലെത്തിച്ചു. 1922 ജനുവരി 5-ന് ചെണ്ടവാദ്യം മുഴക്കിയും നൃത്തം ചെയ്തും ആരവങ്ങളോടെ ബ്രിട്ടീഷ് സൈന്യം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പൊതുദർശനം നടത്തി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ചങ്ങലകളിൽ ബന്ധിച്ച് മീശരോമങ്ങൾ പറിച്ചെടുത്ത് ചവിട്ടിയും വൈനച്ചിനാൽ കുത്തിയും പാതയിലൂടെ വലിച്ചയച്ചുകൊണ്ട് ആവുവോളം രക്ഷം തീർത്തുകൊണ്ടായിരുന്നു പട്ടാളത്തിന്റെ ആ യാത്ര. 1922 ജനുവരി 6-നാണ് ഹാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കളക്ടർ ആർഗേളി, DSP ഹിച്ച്കോക്ക്, പട്ടാള ഭരണത്തലവൻ ഹെൽബർട്ട് ഹംഫ്രി, DYSP ആമു, സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോൻ, സുബേദാർ കൃഷ്ണപണിക്കർ എന്നിവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച ഹാജി ഹംഫ്രിയോട് ചിരിയോടെ പറഞ്ഞു, വഞ്ചനയിലും കാപഢ്യത്തിലും നിങ്ങളുടെ മിടുക്ക് സമ്മതിച്ചിരിക്കുന്നു. മാപ്പ് തന്ന് മക്കയിലേക്ക് അയക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് താങ്കൾ എഴുതിയ കത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. വഞ്ചനയ്ക്കു വേണ്ടി പുണ്യഭൂമിയെ കരുവാക്കിയ നിങ്ങളുടെ സ്വാർത്ഥത എന്നെ പ്രലോഭിപ്പിക്കാൻ മക്കയെ ഉപയോഗിച്ച തരം താണ പ്രവർത്തിക്കിടെ അങ്ങൊരു കാര്യം മറന്നു. ഞാൻ മക്കയെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഞാൻ പിറന്നത് മക്കയിലല്ല. വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഈ ഏറനാടൻ മണ്ണിലാണ്. ഇതാണ് എന്റെ നാട്. ഈ ദേശത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഈ മണ്ണിൽ മരിച്ചു ഈ മണ്ണിൽ അടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ചില മാസങ്ങളെങ്കിലും മോചിക്കപ്പെട്ട ഈ മണ്ണിൽ മരിച്ചു വീഴാൻ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്, പക്ഷേ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ നിങ്ങൾക്ക് മാസങ്ങൾ വേണ്ടിവരും. ഇപ്പോൾ ഈ മണ്ണ് സ്വതന്ത്രമാണ്. ബ്രിട്ടീഷുകാരൻ അതിക്രൂരമായി തല്ലിച്ചതച്ചപ്പോഴും ജന്മനാടിനോടുള്ള സ്നേഹം ആ വാക്കുകളിലും ജ്വലിക്കുന്ന കണ്ണുകളിലും പ്രത്യക്ഷമായിരുന്നു. 1922 ജനുവരി 13-ന് മലപ്പുറം തുക്കിടിക്കല്ലേരിയിൽ വെച്ച് ഹാജിയെയും 2 പോരാളികളെയും മാർഷൽ കോടതി വിചാരണ ചെയ്യുകയും 3 പേരെയും വെടിവെച്ചു കൊല്ലാനും വിധിച്ചു. വിധി കേട്ട കുഞ്ഞഹമ്മദാജി പറഞ്ഞു, എന്റെ നാടിനു വേണ്ടി രക്തസാക്ഷിയാവാൻ അവസരം തന്നതിന് 2 റക്അത്ത് നിസ്കരിച്ച് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒഴിവ് തരണം. അവസാനം മലപ്പുറം കോട്ടക്കുന്നിന്റെ വടക്കേ ചെരുവിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും 2 സഹായികളുടെയും വധശിക്ഷ നടപ്പാക്കി. കോട്ടും തലപ്പാവും ധരിച്ച് കസേരയിൽ ഇരുന്ന ഹാജിയുടെ 2 കൈകളും പിന്നോട്ട് പിടിച്ചുകെട്ടിയ ശേഷം കസേരയടക്കം ദേഹവും വരിഞ്ഞു മുറുക്കി. മരണം മുന്നിൽ കണ്ട വാരിയം കുന്നത്ത് അവരോട് പറഞ്ഞുവത്രേ, നിങ്ങൾ കണ്ണുകെട്ടി പിറകിൽ നിന്നും വെടിവെച്ചാണല്ലോ കൊല്ലാറ്. എന്നാൽ എന്റെ കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് വെടിവെക്കണം. എന്റെ ജീവിതം നശിപ്പിക്കുന്ന വെടിയുണ്ടകൾ വന്ന് പതിക്കേണ്ടത് എന്റെ നെഞ്ചിലായിരിക്കണം. അതെനിക്ക് കാണണം. ഈ മണ്ണിൽ മുഖം ചേർത്തു മരിക്കണം. ഇതായിരുന്നു തല ഉയർത്തിപ്പിടിച്ച് വാരിയം കുന്നത്ത് ബ്രിട്ടീഷ് പട്ടാളത്തോട് പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തീത്തുപ്പുന്ന തോക്കിന് മുന്നിൽ വിരിമാറ് കാണിച്ചു കൊടുത്തു. അവസാന ശ്വാസത്തിലും കളങ്കമില്ലാത്ത രാജ്യസ്നേഹം മുറുകെ പിടിച്ച വാരിയം കുന്നത്തിനെ പോലെ ഒരുപാട് ധീര രക്തസാക്ഷികളുടെ പേരുകൾ ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റാൻ വെമ്പൽ കൊള്ളുന്നത് ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതനാക്കണമെന്ന് പറഞ്ഞ അവർക്കരുടെയും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെയും പിന്മുറക്കാരാണ്. ചരിത്ര താളുകളിൽ നിന്നും പലതും മായ്ച്ചു കളയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ 10,000-കണക്കിന് സ്വതന്ത്ര സമര ധീര രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ഞങ്ങളുടെ ചങ്കിലെഴുതിയ ചരിത്ര സത്യം മായ്ച്ചു കളയാൻ ഒരു സംഘി ഫാസിസ ഭരണകൂടത്തിനും കഴിയുകയില്ല.